ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രസ്താവന, അതായത് മുസ്ലിം വിഭാഗം വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഒരു മുസ്ലിം മന്ത്രിയെ തന്നെ ലഭിക്കാത്തത് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? അത് രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രസ്താവനയിൽ നിന്ന് ഏതെങ്കിലും ഭാഗം അടർത്തിയെടുത്തിട്ട് വന്ന റിപ്പോർട്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. ബി ജെ പിയുടെ സംസ്ഥാന ചുമതലയുള്ള ഒരാളും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിയായിരുന്ന ഒരാളും ഇത്തരം ഒരു പ്രസ്താവനയിലൂടെ പ്രത്യേകിച്ചൊന്നും നേടിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാര്യം മുസ്ലിങ്ങളിലെ ഇപ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ശ്രീ അബ്ദുള്ള കുട്ടി ദേശീയ ഉപാധ്യക്ഷനാണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ കേരള പൊളിറ്റിക്സിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുക. കേരളത്തിലെ ബി ജെ പിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷോക്കേസിൽ ഒരുപാട് ബിംബങ്ങൾ ഇരിപ്പുണ്ട്. ഈ ബിംബങ്ങളെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു സുരേന്ദ്രൻ്റെ കാലത്തുള്ള പരാതി. സുരേന്ദ്രൻ പോയി തിരിച്ച് ഇദ്ദേഹം വന്നപ്പോഴത്തേക്കും ഈ ബിംബങ്ങളൊക്കെ വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്, പൊടി പോലും തുടയ്ക്കുന്നില്ല. പി ടി ഉഷ കേരളത്തിൻ്റെ എം പിയാണ്, കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അവർ ഏത് രീതിയിലാണ് ബി ജെ പി കഴിഞ്ഞ 3 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അൽഫോസ് കണ്ണന്താനം വന്നു, കേന്ദ്രമന്ത്രിയാക്കി, അതിനുശേഷം അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഡി ജി പിമാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡി ജി പി വന്ന ആളെ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. അപ്പോൾ അവർ ഡി ജി പി ആയിരുന്നുകൊണ്ട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അവരെ ഉപയോഗിക്കേണ്ട രീതിയിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലുള്ള വലിയ വലിയ പദവികളുണ്ട് അവർക്ക് കൊടുക്കാൻ. ഒരു കൗൺസിലർ സ്ഥാനത്തല്ല കൊണ്ടുവരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ബി ജെ പിയുടെ മാനേജ്മെൻറ്റിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന സമയം തൊട്ട് മുസ്ലിം വിഭാഗത്തിലെ വനിതകൾക്ക് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് മുത്തലാഖ് വിഷയമായാലും ശരി, മറ്റ് പേഴ്സണലായാലും ഉണ്ടാക്കിയ മറ്റ് വ്യത്യാസങ്ങളായാലും ശരി, ഇതെല്ലാം മുസ്ലിം വിഭാഗത്തിലെ വനിതകളെ ബി ജെ പിയോട് ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ. മാത്രമല്ല കേരളത്തിലുള്ള ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലായാലും യു പിയിലായാലും മുസ്ലിങ്ങൾ വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതാണ് ബി ജെ പിയുടെ ഈ നമ്മൾ കാണുന്ന അത്രയും വളർച്ചയുടെ കാരണം. ഈ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നെങ്കിൽ അതിനൊരു കാരണം ബി ജെ പി മന്ത്രിമാരില്ലാതിരുന്നതായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഒരു സെക്യുലറിസം എന്ന് പറയുകയാണെങ്കിലും ഹിന്ദുത്വം എന്ന് പറയുകയാണെങ്കിലും രണ്ടിലായാലും നമ്മൾ ഇൻക്ലൂസീവായിട്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ എക്സ്ക്ലൂസീവ് ആക്കി നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും പഴയ ജനസംഘമായതുപോലെ വീണ്ടും ഒറ്റപ്പെട്ടു പോകും. ബി ജെ പി മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ശക്തി ഒരിക്കലും ഒരിടത്തും സ്ഥിരമായിട്ട് നിന്നിട്ടില്ല. അതിൻ്റെ എതിർ ശക്തി ആൻറ്റി ഫോഴ്സ് അതിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ ആൻറ്റി മാറ്റർ എന്ന് പറയുമ്പോൾ ആൻറ്റി ഫോഴ്സ് വീണ്ടും അതിനകത്തുനിന്ന് തന്നെ ഉണ്ടാകേണ്ടി വരും. അപ്പോൾ ബി ജെ പിയിൽ നിന്ന് ബി ജെ പിക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന ഒരു സമയത്ത് ബി ജെ പിയിൽ നിന്നുള്ളവർ മറ്റ് ഒരു ശക്തിയായിട്ട് വരികയും അവർ ഈ വിട്ടു നിൽക്കുന്നവരെ യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിലേട്ടായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എലിമെൻസിനെ നമ്മൾ ഇങ്ങനെയുള്ള ആ ചർച്ചകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുസ്ലിം വിഭാഗത്തെ പേരെടുത്ത് പറഞ്ഞ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത് ശരിയായിരിക്കാം, പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ അത് അത്ര ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം മുസ്ലിമിന് വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ വോട്ടർമാരിൽ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇലക്ഷനെ സമീപിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യം ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെ അടുത്ത് തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ സ്ഥലങ്ങളാണ് നെയ്യാറ്റിൻകര, പാറശാല തുടങ്ങിയ ഭാഗങ്ങൾ, ഭീമാപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് പ്രചാരണം നടത്തിയത്. ഇനി വേറൊന്ന് നോക്കുകയാണെങ്കിൽ ബി ജെ പി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്, നമ്മൾ ബി ജെ പി വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്, 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റും നടപ്പിലാക്കിയിട്ടില്ല. ദേശീയ തലത്തിൽ നടപ്പാക്കിയ PM ശ്രീ പോലുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ ഇൻക്ലൂഡ് ചെയ്തതായിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് തയ്യാറാക്കാൻ, കേരളത്തിന് എന്താണ് വേണ്ടതെന്ന് പറയാൻ ബി ജെ പിക്ക് ഒരു നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും നടപ്പിലാക്കിയിട്ടുമില്ല. ആകെ വന്നത് ഒരു വിഴിഞ്ഞം പോർട്ടാണ്. അതിപ്പോൾ അദാനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഒരു വിഴിഞ്ഞം പോർട്ട് വന്നു. അല്ലാതെ ഈ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ബി ജെ പിയുടേതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മേജർ പ്രോജക്റ്റും വന്നിട്ടില്ല. റെയിൽവേയിലൊക്കെ എന്താ പറയുന്ന റെയിൽവേയുടെയൊക്കെ വിഹിതം കൂട്ടിയിട്ടുണ്ട്, കേന്ദ്ര ബജറ്റിൻ്റെ വിഹിതം കൂട്ടിയിട്ടുണ്ട്. വിഹിതം കൂട്ടിയെന്ന് പറയുന്നതിൽ കാരണമൊന്നുമില്ല. കാര്യം
അത് നമ്മുടെ റുട്ടീനായിട്ട് കൊടുക്കേണ്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പോലെ കേരളത്തിലും കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് കൂടുതൽ വീതം കൊടുക്കുന്നു എന്നുള്ളത് കവിഞ്ഞിട്ട് കേരളത്തിലേക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു എയിംസിൻ്റെ കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നു. അതെ, 2 മന്ത്രിമാർ അവിടെ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ബി ജെ പിക്ക് കേന്ദ്രത്തിൽ കിട്ടിയ അധികാരം കേരളത്തിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള ഒരു ചവിട്ടുപടിയാക്കാനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് കേന്ദ്ര നേതൃത്വമാണോ സംസ്ഥാന നേതൃത്വമാണോ അതിന്റെ പിടിപ്പുകേട്? ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമാണല്ലോ ആവശ്യപ്പെടേണ്ടത്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയും കേന്ദ്ര നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പറയാൻ പറ്റും ഞങ്ങളുടെ വിഷൻ ഇതാണ്, വികസിത കേരളം എന്ന് പറയുന്നത്. അദ്ദേഹം പറയട്ടെ, കഴിഞ്ഞ 10 വർഷം എന്താണ് വികസിത കേരളത്തിലേക്ക് ബി ജെ പി സംഭാവന നൽകിയത്, അടുത്ത 5 വർഷം എന്താണ് ബി ജെ പി വികസിത കേരളത്തിന് സംഭാവന നൽകാൻ പോകുന്നത് എന്നുള്ളൊരു കറക്റ്റ് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കട്ടെ, എന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത ബി ജെ പിക്ക് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു, അടുത്ത 4 വർഷം കൊണ്ട് ബി ജെ പി കേരളത്തിലേക്ക് നടപ്പിലാക്കാൻ പോകുന്നത് ഇന്ന പദ്ധതികളാണ് എന്ന് അദ്ദേഹം പറയട്ടെ. കഴിഞ്ഞ 10 വർഷമൊന്നും നടപ്പിലാക്കിയില്ല, അടുത്ത 5 വർഷമൊന്നും നടപ്പിലാക്കില്ല എന്നുള്ളതാണ് ആ മൂടെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള സീറ്റുകളും കൂടെ ഇല്ലാതാവും എന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട് കൂടുതലില്ല. മാത്രമല്ല ബി ജെ പിയോട് അടുത്ത് വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരെ നമ്മൾ അകറ്റി നിർത്തുന്നത് തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും വോട്ടർമാർക്ക് നൽകുന്നത്. അല്ല, അങ്ങനെ ഇത്തരത്തിലുള്ള ഈ പ്രസ്താവന തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും അനവസരത്തിലുള്ള ഒരു കണ്ടെത്തലാണ്. എനിക്ക് ഇപ്പോഴും അദ്ദേഹം ഏത് കണ്ടക്സ്റ്റിലാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. കേന്ദ്രത്തിലെ മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിമാരില്ലെങ്കിൽ അതിന് മറുപടി നൽകേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്, സംസ്ഥാന നേതൃത്വം അല്ല അതിന് മറുപടി നൽകേണ്ടത്. ഇതാണ് അതിൻ്റെ ഔചിത്യം. അല്ല, ഇത് തദ്ദേശത്തിൽ മാത്രമല്ല, അതിന് തൊട്ട് പിന്നാലെ നിയമസഭയും വരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ മൊത്തം രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ വിഷൻ എന്താണെന്ന്, ഇതാണ് ബി ജെ പിയുടെ വിഷൻ ആണെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് ഭയങ്കര പാടാണ്. അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊരു വളർച്ച ഉണ്ടാകില്ല എന്നുള്ള. തീർച്ചയായിട്ടും ആ ഉണ്ടാവുന്ന വളർച്ച, ഇതുവരെ ഒരു വളർച്ച എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു വളർച്ച, ചിലപ്പോൾ വോട്ടർമാർ കൂടിയിട്ടുണ്ടാവും, വോട്ട് കൂടിയിട്ടുണ്ടാവും. പക്ഷേ പാർട്ടിയുടെ ബേസ് വളരണമെങ്കിൽ പ്രൊജക്റ്റുകൾ വരണം, വികസനം വരണം, ആ വികസനത്തിനുള്ള പദ്ധതികൾ വരണം, അത് നടപ്പിലാക്കി കാണിക്കണം. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 വിഷനറീസിനെ നമുക്ക് കാണാൻ പറ്റും. സി അച്യുതമേനോനുണ്ട്, കെ കരുണാകരനുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയുണ്ട്. ഇവരുടെയൊക്കെ വിഷനായിട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രമേ കേരളത്തിലുള്ളൂ. പിന്നെ ഒരു എക്സെപ്ഷൻ പറയുകയാണെങ്കിൽ ശ്രീ AK നയനാരുടെ ടെക്നോ പാർക്കുണ്ട്. അത് ആ സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് എടുത്തിരുന്ന സ്ഥലം, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടുന്ന് മാറ്റാൻ SFIക്കാർ സമ്മതിക്കാത്തത് കൊണ്ട് മെച്ചം കിടന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എയിംസ് കാര്യം വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മെട്രോ റെയിൽവേയുടെ കാര്യം വന്നിട്ട് എത്രയോ വർഷമായി, 10 വർഷമായിട്ട് ആ ഫയൽ പെൻഡിങ്ങിലാണ്. ആദ്യം ലൈറ്റ് മെട്രോ ആയി. അപ്പോൾ ലൈറ്റ് മെട്രോ ആക്കിയപ്പോഴത്തേക്ക് കോഴിക്കോടിനും വേണമെന്നായി. അപ്പം രണ്ടും നടന്നില്ല. അവസാനം ഇപ്പോഴും കൊണ്ടുവരുന്നു, പാപ്പനംകോട് വരെ കൊണ്ടുവരുന്നു. പാപ്പനംകോടിൻ്റെ പ്രത്യേകത, പാപ്പനംകോടിനൊരു പ്രത്യേകതയില്ല. അപ്പം ഇത് ഇപ്പം നിലവിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലൈൻമെൻറ്റ് വരികയും തിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയും ഇതിനകത്ത് വീണ്ടും ഒരു ഇതുണ്ട് കാര്യം. പക്ഷേ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും ഇവർ പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം നരേന്ദ്രമോദി ഇവിടെ വന്ന് തിരുവനന്തപുരത്തിൻ്റെ ഒരു വികസന പദ്ധതി തന്നെ. ആ വികസന പദ്ധതി എന്തായിരിക്കും എന്ന് അവർക്ക് പറയുന്നതിന് എന്താ എത്ര സസ്പെൻസ്? രഹസ്യമായി വെക്കേണ്ട കാര്യമില്ല. ഇല്ലല്ലോ. അടുത്ത 4 വർഷം, കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്തില്ല എന്നുള്ളത് സമ്മതിക്കുമ്പോൾ തന്നെ അടുത്ത 4 വർഷം എന്ത് ചെയ്യുമെന്ന് പറയണമെങ്കിൽ നരേന്ദ്രമോദി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിക്കുകയും നരേന്ദ്രമോദി വരികയും ചെയ്യുന്നു എന്ന് പറയുന്നത് വെറും പരിഹാസ്യമാണ്. അദ്ദേഹം ടെക്നോക്രാറ്റ് ആയിരിക്കാം, അദ്ദേഹം വളരെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം. അദ്ദേഹമൊക്കെ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്, കേരള BJPയിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. പക്ഷേ മാത്രമല്ല അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP 140 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ശ്രമിക്കുകയും അവിടെയൊക്കെ ദയനീയമായിട്ട് പരാജയപ്പെടുകയും ഘടകകക്ഷികളെ ഒരിടത്തും ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ നമ്മൾ കാണുന്നു. BJP ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ ഘടകകക്ഷികൾക്ക് എന്തുകൊണ്ട് അവസരങ്ങൾ കൊടുക്കുന്നില്ല? ഘടകകക്ഷികളെ വളരാൻ സമ്മതിക്കുന്നില്ല. CPMൻ്റെ അതേ രീതിയിൽ ഘടകകക്ഷികളെ വളർത്താതിരിക്കുന്ന ഒരു രീതിയാണ് BJP മുന്നോട്ട് വെച്ചുകൊണ്ടുപോകുന്നത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പോക്ക് ഭയങ്കര പാടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.